കൊച്ചിയിൽ അന്തർ സംസ്ഥാന മോഷണ സംഘം പിടിയിൽ. കണ്ടെയ്നർ കാർ മോഷ്ടിച്ച് കടത്തിയ രാജസ്ഥാൻ, ഹരിയാന സ്വദേശികളെയാണ് പോലീസ് പിടികൂടിയത്. തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് മോഷണ സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ നെട്ടൂർ പോലീസ് പിടികൂടിയത്. ഇതര സംസ്ഥാനക്കാരായ 3 പേരെയും പിടികൂടി ചോദ്യം ചെയ്യുന്നതിനിടെ ശുചിമുറിയിലെ ഗ്രില്ല് തകർത്ത് കസ്റ്റഡിയിലിരുന്ന ഒരു പ്രതി ചാടിപ്പോയി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ 11:30യോടെ ഇയാളെ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. മോഷ്ടിച്ച കാർ കണ്ടെയ്നറിൽ കടത്തിക്കൊണ്ടുവരുന്നുണ്ടെന്ന വിവരം തമിഴ്നാട് പോലീസിൽ നിന്നും ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. പിടിയിലായ ഹരിയാന സ്വദേശികളായ നാജിർ അഹമ്മദ്, സാഹിദ്, രാജസ്ഥാൻ സ്വദേശി സൈക്കിൾ എന്നിവർ മോഷ്ടാക്കളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊച്ചിയിലെ ഷോറൂമിലേക്ക് 59 AC-കൾ കൊണ്ടുവരവെയാണ് തമിഴ്നാട്ടിൽ നിന്നും സംഘം കാർ മോഷ്ടിച്ചത്. എന്നാൽ മോഷ്ടിച്ച കാർ അവിടെ തന്നെ ഉപേക്ഷിച്ച സംഘം കൊച്ചിയിലേക്ക് പിന്നീട് വരികയായിരുന്നു. അവരൊരു കാറിന്റെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അത് തമിഴ്നാട്ടിലുള്ള ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല. നമ്മൾ കേസെടുക്കുന്നുണ്ട്. നമ്മളിവരെ സംശയാസ്പദമായി കൊണ്ടുവന്നതാണ്. അവർ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു കേസുണ്ട്. അവരുടെ വാഹനത്തിൽ അങ്ങനെ ഒരു ഗ്യാസ് കട്ടറോ അതൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പൊ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അതിന്റെ നടപടി ഉണ്ടാവും. കണ്ടെയ്നറിന്റെ രേഖകൾ കൃത്യമാണെങ്കിലും ഗ്യാസ് കട്ടർ അടക്കം കണ്ടെടുത്തതിന്റെ പശ്ചാത്തലത്തിലും കസ്റ്റഡിയിലിരിക്കെ പ്രതി ചാടിപ്പോയതിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജനം, കൊച്ചി.